നമസ്കാരം. ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനനായകൻ വിജയിയെ ഒടുവിൽ സുപ്രീം കോടതിയും കൈയൊഴിഞ്ഞു. കേസ് ചെന്നൈ ഹൈക്കോടതിയിലല്ലേ, അതിൻ്റെ ബാക്കി ഹൈക്കോടതിയിൽ തന്നെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ എന്ന തരത്തിൽ സുപ്രീം കോടതി കൈയൊഴിയുകയായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാകും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെൻസർ ബോർഡിൻ്റെ ഭാഗവും കൂടെ കേട്ട് കഴിഞ്ഞ് സുപ്രീം കോടതി ഇതിന് തീരുമാനം എടുക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഒരുപക്ഷെ അത് ചെന്നൈ ഹൈക്കോടതി തന്നെ ചെന്നൈ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നൊരു കേസല്ലേ, ചെന്നൈ ഹൈക്കോടതി തന്നെ പരിഹരിക്കുന്നതായിരിക്കും എന്ന് കൈയൊഴിയാൻ സാധ്യതയുണ്ടെന്നും മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അപ്രകാരം തന്നെയാണ് സംഭവിച്ചിരിക്കുക. ഈ സിനിമ നിശ്ചിത സമയത്ത്, അതായത് ജനുവരി 9, 10, 11 ഈ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടും ഉള്ള തിയേറ്ററുകളിൽ കളിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് ഈ സിനിമ റിലീസായിരുന്നുവെങ്കിൽ നിർമ്മാതാവിന് ഉദ്ദേശിച്ച സാമ്പത്തിക ലാഭം ഉണ്ടായേനെ. അവസാനത്തോടുകൂടി തന്നെ ആയിരിക്കും സിനിമ വരിക. 20-ന് ശേഷം ജനുവരി അവസാനത്തെ ആഴ്ച തന്നെ ആയിരിക്കും സിനിമ റിലീസാകുക. അപ്പോഴേക്കും ഈ ജനുവരി 9-ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ആ തീയതിയിൽ റിലീസ് ചെയ്യാതെ പിന്നെയും 20 ദിവസം കഴിഞ്ഞ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു വൈബ് അവിടെ ഡൗൺ ആകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ പറയുകയാണെങ്കിൽ ജനുവരി 9, 10, 11 അതായത് വെള്ളി, ശനി, ഞായർ 3 ദിവസം കിട്ടേണ്ടിയിരുന്ന വൈബും വരുമാനവും ഈ ജനുവരി ലാസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ സ്വാഭാവികം. ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ലേ. ഇങ്ങനെ ഡേറ്റ് മാറി റിലീസ് ചെയ്യുന്നതിലൂടെ ഫൈനാൻഷ്യലി നഷ്ടം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാതാവിന് തന്നെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ അണിയറ പ്രവർത്തകരാകട്ടെ, നടന്മാരാകട്ടെ എല്ലാം ഭീമമായ സാലറി പറ്റി അവർ പോയി കഴിഞ്ഞു. അത് സിനിമ വിജയിക്കുകയാണെങ്കിൽ, നിശ്ചയ സമയത്ത് സിനിമ റിലീസായി വിജയിക്കുകയായിരുന്നെങ്കിൽ നിർമ്മാതാവിന് ലാഭം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിലുപരി ഇതിൽ പ്രവർത്തിച്ചിരുന്ന അണിയറ പ്രവർത്തകർക്കും നടന്മാർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർക്കും കൂടുതൽ മുമ്പോട്ട് ഈ ഫീൽഡിൽ കൂടുതൽ മുമ്പോട്ട് ശോഭിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ട് വരുന്നത് സിനിമാ നിർമ്മാതാവിന് തന്നെയാണ്. കാരണം ജനുവരി 9 കണക്കാക്കി, റിലീസ് ഡേറ്റ് കണക്കാക്കി മുൻപേയുള്ള ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം റീഫണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്തരം ഒരു ഇനി ഒരിക്കലും ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കളി. അല്ലാതെ ഇതിനകത്ത് നമുക്ക് ഏത് കണ്ണുകൊട്ടർക്കും മനസ്സിലാകും ഇതൊരു രാഷ്ട്രീയ കളി തന്നെയാണ്. അല്ലാതെ അതിനകത്ത് അതിക്കവിഞ്ഞൊന്നുമില്ല. പുതിയതായ ഒരു വ്യക്തി വരിക, ആ വ്യക്തിയെ അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണയുണ്ട്. അത് എങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇല്ലായ്മ ചെയ്യാം എന്നുള്ളത് രാഷ്ട്രീയപരമായുള്ള തന്ത്രങ്ങളാണ്. രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഏകദേശമൊക്കെ നമുക്ക് നിത്യനെ പത്രം വായിക്കുകയും അല്ലെങ്കിൽ മാധ്യമ ചാനലുകൾ നിരീക്ഷിക്കുന്നതൊക്കെ മനസ്സിലാവും. ഈ സിനിമ നിശ്ചിത സമയത്ത് റിലീസാകാതെ വന്നപ്പോഴത്തേക്ക് ഈ സിനിമ തെലുങ്ക് സിനിമയുടെ ഒരു ഡബ്ബിംഗ് സ്റ്റോറിയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി ആ സിനിമ ഏതാണ് എന്ന് കാണുകയും ചെയ്തു. മിക്കവരും കണ്ടിട്ടുണ്ട്. അത് ബാലയ്യയുടെ സിനിമയാണ്. പക്ഷെ അതിൻ്റെ സംവിധായകനാകട്ടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ആ സിനിമയുടെ മൂലസ്ഥാനം, അതായത് ഒരു 40% സ്റ്റോറി മാത്രമേ, മെയിനായിട്ടുള്ള സ്റ്റോറി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി 60% തമിഴ് സിനിമയുടെ തന്നെ ശൈലിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സിനിമ ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് അതിൻ്റെ ആ ഡബ്ബിംഗ് ബാലയ്യയുടെ തെലുങ്ക് സിനിമ സംവിധാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മതിയല്ലോ, 40% എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഇന്നത്തെ തമിഴ് സാധാരണ വിജയുടെ സിനിമയിൽ 40% പോലും സ്റ്റോറി ഉണ്ടാകാറില്ല എന്ന് നമുക്ക് കണ്ടിട്ട് ഏർക്കും അറിയാം. അക്കൂട്ടത്തിൽ 40% തെലുങ്ക് സിനിമയുടെ കഥയാണെന്നും ബാക്കിയുള്ള 60% ഈ വിജയുടേതായ ശൈലിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാകും എന്നത് നമുക്ക് ഏവർക്കും അറിയാം. എന്തായാലും ഈ സിനിമ ജനുവരി അവസാന വാരത്തോടുകൂടി പ്രദർശനത്തിലെത്തും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിജയുടെ സിനിമയായ ജനനായകൻ സിനിമയെ പറ്റിയുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.